ഹലോ ഗായ്സ്, നമ്മളിന്നൊരു കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ചെയ്യുന്നത്. ചിക്കൻ കട്ട്ലേറ്റ് ആണ്. അപ്പോൾ കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്, അതുകൊണ്ട് ഞാനൊന്നും എടുത്ത് പറയുന്നില്ല. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പാൻ വെച്ചു, ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു. എന്നിട്ട് നമ്മൾ അതിലോട്ട് കുറച്ചതായിട്ട് എണ്ണ, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും ഇത് എല്ലാം കൂടി ഒന്ന് സോട്ട് ചെയ്യുക. അതിന് നല്ല പോലെ ഒന്ന് വാടി കഴിയുമ്പോഴത്തേനും നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. ശേഷം നമ്മൾ അതിലോട്ട് ആഡ് ചെയ്തത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച സവാളയാണ്. സവാള നല്ല പോലെ വാടണം. അപ്പോൾ അതിന് കുറച്ച് നമ്മൾ ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പൗഡേഴ്സ് ആഡ് ചെയ്യണം. ഇത് കുരുമുളക് പൊടിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഗരം മസാല പൗഡറും കൂടി ആഡ് ചെയ്യണം. പൗഡേഴ്സിൻ്റെ റോസ് സ്മെല്ല് പോയി കഴിയുമ്പോൾ നമ്മൾ ചിക്കൻ ആഡ് ചെയ്ത് നല്ലപോലെ വഴറ്റണം. ശേഷം നമുക്ക് അതിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ആഡ് ചെയ്യണം. എന്നിട്ട് അത് നല്ലപോലെ മിക്സ് ചെയ്യണം. എൻ്റെ പാനിൻ്റെ അകത്ത് ഇതെല്ലാം കൂടി ഇങ്ങോട്ട് ഭയങ്കര തിങ്ങിക്കൂടിയിരിക്കുമായിരുന്നു ഗൈസ്. എന്നിട്ട് ഞാനൊരു കണക്കിനാണത് കഷ്ടപ്പെട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ ആക്കിയത്. എന്നിട്ട് ഞാൻ വേറൊരു പാത്രത്തിലിട്ട് മിക്സ് ചെയ്തിട്ടാണ് നിങ്ങളിപ്പോൾ കാണിക്കുന്നത്. പിന്നെ അതിൻ്റെ പൊക്കത്ത് നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്യണം. എന്നിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെക്കണം. ഇതിൻ്റെ ചൂടൊക്കെ മാറിക്കഴിയുമ്പോൾ നമ്മൾ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ ആക്കി എടുക്കണം. നമ്മളിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് എഗ്ഗ് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ബ്രെഡ് ക്രംസ് ആണിത്. എന്നിട്ട് ഫസ്റ്റ് നമ്മൾ ഈ കട്ട്ലേറ്റ് എടുക്കുക, എന്നിട്ട് എഗ്ഗിൻ്റെ ആ ബാറ്ററിൽ മുക്കുക. എന്നിട്ട് നമ്മൾ ഈ റസ്ക് പൊടീൻ്റെ അകത്ത് ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമ്മളൊരു പാത്രത്തിലെടുത്ത് മാറ്റി വെക്കും. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് വറുക്കാം. എന്നിട്ട് നമ്മളൊരു പാൻ വെക്കുക, അതിൽ ഓയിൽ ചൂടാവുമ്പോഴത്തേനും നമുക്ക് ഇതേപോലെ ഓരോന്നും ഇട്ട് വറുത്തെടുക്കാം. ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല ഗൈസ്, നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് കിട്ടിയത്. നിങ്ങൾക്ക് ഇതിൻ്റെ ഷേപ്പ് കണ്ടാൽ അറിയാമല്ലോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് കിട്ടി. അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. ഇത് അച്ഛനും അമ്മച്ചിക്ക് കൊടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. ഇനി അമ്മച്ചീനോട് ചോദിക്കാം. നമുക്ക് അച്ചാമ്മയോട് ചോദിക്കാം. നമുക്കിനി അനിയനോട് ചോദിക്കാം. അച്ഛൻ നോക്കിയേ. നമ്മുടെ അനിയൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അവരോട് ചോദിക്കാം. എന്താ ഞാൻ ഉണ്ടാക്കിയ കട്ട്ലേറ്റാണ്, ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. സൂപ്പർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് അർജുനോട് ചോദിക്കാം. അർജുൻ ടേസ്റ്റ് ചെയ്തിട്ട് പറ.